ഇന്ത്യയും ജപ്പാനും കൂടി പുതിയൊരു സഖ്യത്തിലേക്ക് ഏർപ്പെട്ടുകൊണ്ട് ചില പുതിയ നിർണായക നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. ഇതിൽ ഞെട്ടിയിരിക്കുകയാണ് അമേരിക്ക. ഇന്ത്യ റഷ്യയും ചൈനയും ഇന്ത്യയും കൂടി ഒരു വലിയ ശക്തിയാവുന്നു. ഒപ്പം ജപ്പാനെയും കൂടെ കൂട്ടി ഇന്ത്യ ചില നിർണായക നീക്കങ്ങൾ നടത്തുന്നു. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ഇനി വരുന്ന കാലം എന്ന് പറയുന്നത് ഈ സ്പേസ് സയൻസിൻ്റെ കാലമാണ്. ബഹിരാകാശ ദൗത്യങ്ങളുടെ, ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെയൊക്കെ കാലമാണ്. ഇന്ത്യ ആ മേഖലയിൽ വലിയ ഒരു പ്രബല ശക്തിയായി മാറുന്നു എന്നുള്ളതാണ് വാസ്തവം. കൃത്യമായി പറഞ്ഞാൽ അമേരിക്കയാണ് ഈ ബഹിരാകാശ ദൗത്യങ്ങളിൽ മുൻപന്തിയിലുള്ളത്. കൃത്യമായി പറഞ്ഞാൽ നാസ. പക്ഷേ അമേരിക്ക നേടുന്ന നേട്ടങ്ങൾ അതിനേക്കാൾ ഏതോ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നേടാൻ പ്രാപ്തിയുള്ള രാഷ്ട്രമായി ഇന്ത്യ മാറി എന്നുള്ളതാണ് നമ്മുടെ മുൻകാല ചരിത്രം സൂചിപ്പിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ ചന്ദ്രയാൻ 5 കുറിച്ചുള്ള ആലോചനകൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ചന്ദ്രയാൻ 4, അതായത് നമ്മൾ ഈ ചന്ദ്രനെ പഠിക്കുന്നതിന് വേണ്ടി ഇന്ത്യ നടത്തിയ ദൗത്യങ്ങളിൽ 3 കഴിഞ്ഞു. 4ാമത്തത് 2027 അതിൻ്റെ വിക്ഷേപണം നിശ്ചയിച്ചിട്ടുണ്ട്. അടുത്ത ചന്ദ്രയാൻ 5 വേണ്ടി ഇന്ത്യ ജപ്പാനുമായി സഹകരിച്ചാണ് ആ ദൗത്യം നിർവഹിക്കുക. നേരത്തെ ISRO സ്വമേധയാ സ്വന്തം നിലയിൽ നടത്തിയ ആ ദൗത്യങ്ങൾ 5ാമത്തെ ദൗത്യത്തിൽ ജപ്പാനുമായി സഹകരിച്ച് അവിടെ ജപ്പാൻ്റെ റോക്കറ്റ് ഉപയോഗിച്ചായിരിക്കും, കൃത്യം പറഞ്ഞാൽ H3 എന്ന് പറയുന്നൊരു റോക്കറ്റ് ഉപയോഗിച്ചാണ് 5ാമത് ദൗത്യം ഇന്ത്യ നിർവഹിക്കുക. ഇതിനു മുമ്പുള്ള ദൗത്യങ്ങളെല്ലാം ഇന്ത്യയുടെ LVM എന്ന് പറയുന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് നിർവഹിച്ചതെങ്കിൽ 5ാമത് ദൗത്യം ജപ്പാനുമായി സഹകരിച്ചായിരിക്കും ചെയ്യുക. എന്നാൽ ഇതിൻ്റെ വിക്ഷേപണ തീയതി ഇപ്പോൾ 2008 എന്നുള്ളത് മാത്രമാണ് ഒരു സൂചന തന്നിരിക്കുന്നത്. എന്നാൽ 2008 തന്നെയാകുമോ അതോ കുറച്ചുകൂടി നീണ്ടുപോകുമോ എന്നുള്ള കാര്യം നമുക്ക് കുറച്ച് നാളുകൂടി കഴിയുമ്പോഴേ ബോധ്യമാകാൻ പറ്റുള്ളൂ. ഏതായാലും 2027 4ാമത് ദൗത്യം നടക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ 5ാമത് ദൗത്യം നടക്കാനുള്ള സാഹചര്യം കുറവാണ്. ചിലപ്പോൾ കുറച്ച് നീണ്ടുപോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമായ സംഗതി വളരെ ചെലവ് കുറച്ച് ഇത്തരം ദൗത്യങ്ങൾ നിർവഹിക്കുന്ന ഒരു രാഷ്ട്രമെന്ന പദവി ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചപ്പോൾ അപ്പോൾ തന്നെ അതിനോട് അടുത്ത ദിവസം തന്നെ റഷ്യയും ഒരു ചന്ദ്രദൗത്യം നടത്തിയിരുന്നു. പക്ഷേ അത് പരാജയപ്പെട്ടുപോയി. ഇന്ത്യയെ സംബന്ധിച്ച് ചെലവ് കുറഞ്ഞ രീതിയിൽ ചന്ദ്രദൗത്യങ്ങൾ പൂർത്തിയാക്കുന്ന ഒരു രാജ്യമെന്ന പദവി ഇന്ത്യക്കുണ്ട്. ഇന്ത്യ ചന്ദ്രയാൻ 3 നടത്തിയപ്പോൾ അതിനോട് അടുത്ത ദിവസം തന്നെ റഷ്യയും ഒരു ചന്ദ്രദൗത്യം നടത്തിയിരുന്നു. അവരുടെ ചെലവ് 16,000 കോടി രൂപയാണെങ്കിൽ ഇന്ത്യയുടെ ദൗത്യം പൂർത്തിയായത് 615 കോടി രൂപയ്ക്കാണ്. റഷ്യ 16,000 കോടി മുടക്കിയിട്ട് ആ ദൗത്യം പരാജയപ്പെട്ടപ്പോൾ ഇന്ത്യ 615 കോടി രൂപയ്ക്ക് ആ ലക്ഷ്യം നേടുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ അതിനെ മറ്റ് ശാസ്ത്രലോകം വിവരിച്ചത് നമ്മുടെ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് ഒരു ഓട്ടോറിക്ഷ പിടിച്ചു പോയാൽ ഉള്ള ചെലവ് എത്രയാണോ ആ തുകയ്ക്കാണ് ഇന്ത്യ 615 കോടി രൂപയ്ക്ക് ആ ദൗത്യം പൂർത്തീകരിച്ചതെന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഇന്ത്യ 5ാമത് ചന്ദ്രദൗത്യം ജപ്പാനുമായി സഹകരിച്ച് ചെയ്യുമ്പോഴുള്ള ഏറ്റവും പുതിയ വിവരം, അവിടെ ചന്ദ്രനിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്ന റോവർ എന്ന് പറയുന്നത്, അതായത് ചന്ദ്രോപരിതലത്തിൽ നിരങ്ങി നീങ്ങാൻ ഉദ്ദേശിക്കുന്ന വാഹനം, അതിന് 250 കിലോ ഭാരം ഉണ്ടാകും എന്നുള്ളതാണ് കണക്ക്. ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കിയ ചന്ദ്രയാൻ 3 ഉപയോഗിച്ച വിക്രം എന്ന് പറയുന്ന ലാൻഡറും പ്രഗ്യാൻ എന്ന് പറയുന്ന റോവറും വളരെ പ്രസിദ്ധമായതാണ്. അതിൽ ഈ പ്രഗ്യാൻ റോവർ എന്ന് പറയുന്നതിന് വെറും 25 കിലോ ഭാരമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചന്ദ്രോപരിതലത്തിൽ കൃത്യമായി ഗുരുത്വാകർഷണ ബലം ഇല്ലാത്തതുകൊണ്ടും മറ്റ് സാങ്കേതിക തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും റോവറിൻ്റെ ഭാരം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ കരുതേണ്ടത്. പ്രഗ്യാൻ റോവർ വെറും 14 ദിവസം മാത്രമായിരുന്നു അതിൻ്റെ ആയുസ് ഉണ്ടായിരുന്നത്. 14 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ചാന്ദ്രദിനം. ഭൂമിയിൽ 24 മണിക്കൂറാണെങ്കിൽ ചന്ദ്രനിൽ 14 ദിവസം ചേരുമ്പോഴാണ് അവിടെ പ്രകാശം അസ്തമിക്കുക അല്ലെങ്കിൽ സൂര്യാസ്തമയം സംഭവിക്കുക. ഇതിന്റെ കൂടെ തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. സാധാരണ ഈ എപ്പോഴും ഇത്തരത്തിലുള്ള നിലപാടുകൾ ഇന്ത്യ എടുക്കുമ്പോൾ വരുന്ന ഒരു ചോദ്യമാണ് ഈ പ്രതിമ ഉണ്ടാക്കിയാലോ ചന്ദ്രനിലേക്ക് പോയാലോ ഇന്ത്യയുടെ പട്ടിണി മാറുമോ? ഇത്രയും കോടികൾ ചിലവഴിച്ചുകൊണ്ടുള്ള ഇത്തരം ഒരു നീക്കത്തിന് ഇന്ത്യ എന്തിനാണ് തയ്യാറാവുന്നത്? അതിലും ഭേദം കുറച്ച് ആളുകളുടെ പട്ടിണി മാറ്റിക്കൂടെ ഈ പണം കൊണ്ട് എന്നൊക്കെയുള്ള ഒരു ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് അത് പ്രസക്തമായ ചോദ്യങ്ങളാണോ? ഈ പട്ടിണി മാറ്റുക എന്നതിനപ്പുറം ഈ ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ നമ്മുടെ ഈ റോക്കറ്റ് വിക്ഷേപണങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് പലർക്കും അറിയാത്തൊരു സംഗതിയാണ്. ഇപ്പോൾ കാലാവസ്ഥാ പ്രവചനം, വലിയ കൊടുങ്കാറ്റ് അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന അതിവർഷങ്ങൾ,
ഇതൊക്കെ ഇപ്പോൾ മിക്ക ദിവസങ്ങളിൽ നമുക്ക് റെഡ് അലർട്ട്, ബ്ലൂ അലർട്ടൊക്കെ നമ്മൾ വാർത്തകളിൽ വായിക്കുന്നുണ്ടല്ലോ. അതൊക്കെ സാധ്യമായത് ഇത്തരം ബഹിരാകാശ ദൗത്യങ്ങൾ വഴിയാണ്, നമ്മൾ വിക്ഷേപിച്ച സാറ്റലൈറ്റുകൾ വഴിയാണ്. ഇപ്പോൾ ഇന്ത്യ ഇത്തരത്തിൽ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ വളരെ ഫലവത്തായി ഇത്തരം ദൗത്യങ്ങൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കുമ്പോൾ ഇത്തരം സാങ്കേതിക സംവിധാന ശേഷിയില്ലാത്ത പല രാജ്യങ്ങൾക്കും ഇന്ത്യയെ ആശ്രയിക്കേണ്ടി വരും. മുൻകാലങ്ങളിൽ നാസയാണ് ഈ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരുന്നത്. കൃത്യമായി പറഞ്ഞാൽ മനുഷ്യരെ ചന്ദ്രനിലേക്ക് എത്തിച്ച ഏക ബഹിരാകാശ ഏജൻസി എന്ന നിലയിൽ നാസയ്ക്ക് ഒരു വലിയൊരു മേധാവിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ നാസ ഈ രംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിക്കുകയും വലിയ സമ്പത്തുണ്ടാക്കുകയും ചെയ്ത ഒരു ബഹിരാകാശ ഏജൻസിയാണ്, കൃത്യമായി പറഞ്ഞാൽ അമേരിക്ക. അപ്പോൾ ഇത്തരം ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ മുന്നേറ്റം നടത്താത്ത രാജ്യങ്ങൾക്ക് ഏറിയ പങ്കും നാസയെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി. പക്ഷേ ഇപ്പോൾ ഇന്ത്യയെ ആശ്രയിച്ച് പല രാജ്യങ്ങളും ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ബഹിരാകാശ മേഖല വളരെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 2025 ഇന്ത്യയുടെ സ്പേസ് സയൻസ് എന്ന് പറയുന്നത് $13 ബില്യൺ വളർച്ചയിലേക്ക് എത്തും എന്നുള്ളതാണ് കണക്ക്. അത് ഇനിയും വളർന്നുകൊണ്ടിരിക്കും. കാരണം ഇനിയുള്ള കാലം ഇൻ്റർനെറ്റിൻ്റെയും അതേപോലെ സാറ്റലൈറ്റ് ഇമേജിങ്ങിൻ്റെയൊക്കെ കാലമാണ്. അപ്പോൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഇൻ്റർനെറ്റ് എത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അത് എത്രത്തോളം നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഓരോ ദിവസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരും കാലങ്ങളിലും ഇതിൻ്റെ പ്രസക്തി വർദ്ധിക്കും. അപ്പോൾ ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങൾ, അതായത് ഇത്തരം ബഹിരാകാശ സാങ്കേതിക രംഗത്ത് വളർച്ചയില്ലാത്ത രാജ്യങ്ങളും ഇതിൻ്റെ സഹായം തേടുന്ന മറ്റ് സ്ഥാപനങ്ങളും അടക്കമുള്ളവർ ISROയുടെ സഹായം തേടും. അങ്ങനെ ISROയ്ക്ക് വാണിജ്യപരമായി ഇത്തരം സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ വലിയൊരു നേട്ടം ഈ മേഖലയിൽ, വലിയൊരു സമ്പത്ത് ഇന്ത്യക്ക് ഈ മേഖലയിൽ കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് സംഗതി. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ 3 ചാന്ദ്ര ദൗത്യങ്ങൾ, ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 ഇതുവരെ നമ്മൾ പൂർത്തിയാക്കി. അതിൽ ചന്ദ്രയാൻ 1 വളരെ വിജയകരമായിരുന്നു. കാരണം അതിലൊരു നമ്മുടെ ചന്ദ്രനിൽ ഇറങ്ങുന്ന ഒരു ദൗത്യം അതിനില്ലായിരുന്നു. ചന്ദ്രനെക്കുറിച്ച് പഠിക്കുക മാത്രമായിരുന്നു അതിൻ്റെ ദൗത്യം. അപ്പോൾ അതിലൂടെ നമ്മൾ ചന്ദ്രനിൽ ജലത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. അത് വളരെ നിർണായകമായൊരു കണ്ടെത്തലായിരുന്നു. ഇതുകൂടാതെ നമ്മൾ 2 വർഷമാണ് ചന്ദ്രയാൻ 1 ലക്ഷ്യമിട്ടതെങ്കിൽ 312 ദിവസം നമുക്ക് ചന്ദ്രയാൻ 1നെ ഉപയോഗിക്കാൻ സാധിച്ചു. ചന്ദ്രയാൻ 2 ചരിത്രപരമായൊരു ദൗത്യമായിരുന്നു. ചന്ദ്രനിൽ ഇറങ്ങുക എന്നൊരു ദൗത്യമായിരുന്നു നിർവഹിക്കാൻ നമ്മൾ ലക്ഷ്യമിട്ടത്. ഏതാണ്ട് 98% വരെ ആ ദൗത്യം വിജയകരമായിരുന്നു. പക്ഷേ ചന്ദ്രോപരിതലത്തിന് 2.1 കിലോമീറ്റർ മാത്രം അകലെ നമുക്ക് ആ ലാൻഡറുമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോഴും ഈ ചന്ദ്രനെ നിരീക്ഷിക്കുന്ന ഒരു ഉപഗ്രഹം പോലെ ഒരു സംഗതി കറങ്ങിക്കൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നുള്ള ചിത്രങ്ങൾ നമുക്കിപ്പോഴും കിട്ടുന്നുണ്ട്. ആ ലാൻഡിങ് പരാജയപ്പെടാൻ കാരണം വിചാരിച്ചതിനേക്കാൾ വേഗതയിൽ അത് ചന്ദ്രനിലേക്ക് ഇടിച്ചിറങ്ങിയത് കൊണ്ടാണ് എന്നുള്ളതാണ് നമ്മുടെ അനുമാനം. പക്ഷേ ചന്ദ്രയാൻ 3യിൽ നമ്മൾ കുറേ കൂടി സാങ്കേതികമായി മെച്ചപ്പെട്ട് ഒരു സോഫ്റ്റ് ലാൻഡിങ് വിജയകരമായി പൂർത്തിയാക്കി. അവിടെ നിന്ന് വിക്രം ലാൻഡർ ഇറങ്ങുന്നതും പ്രഗ്യാൻ റോവർ അതിൻ്റെ ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതുമെല്ലാം ഇപ്പോഴും നമ്മുടെ മുമ്പിൽ TV സ്ക്രീനുകളിൽ പ്രത്യക്ഷപ്പെടുന്നത് വളരെ വളരെ ചരിത്രപരമായൊരു ദൗത്യമാണ്. ഇനി ചന്ദ്രയാൻ 4ൽ കുറേ കൂടി മുമ്പോട്ട് പോയി നമ്മൾ ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് അത് ഭൂമിയിലേക്ക് മടക്കിക്കൊണ്ട് വരാനുള്ള ദൗത്യമാണ് ഏറ്റെടുത്ത് നടപ്പാക്കാൻ പോകുന്നത്. അപ്പോൾ ചന്ദ്രയാൻ 3യുടെ വിജയം നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് കുറേ കൂടി മെച്ചപ്പെട്ട സാങ്കേതിക സംവിധാനങ്ങൾ അല്ലെങ്കിൽ പഠന ഗവേഷണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത് കൊണ്ടും ചന്ദ്രയാൻ 4 ഒരു വിജയ പദ്ധതിയാകും എന്നുള്ളത് ഉറപ്പാണ്. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന നിലയിലാണ് ജപ്പാനുമായി സഹകരിച്ച് ചന്ദ്രയാൻ 5 നമ്മൾ നിർവഹിക്കുന്നത്. അതേപോലെ തന്നെ ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ മറ്റൊരു നാഴികക്കല്ലായിരിക്കും ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യവും ഇതിനോടനുബന്ധിച്ച് തന്നെ പുരോഗമിക്കുന്നുണ്ട്. അതായത് ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതികൾ അത് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ശുഭാൻശു ശുക്ല നേരത്തെ ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഭാഗമായി അദ്ദേഹം അവിടെ നിന്ന് യഥാർത്ഥ അനുഭവങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയുടെ ഗഗൻയാൻ ടീമിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതിയും കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യൻ പൗരന്മാരെ ബഹിരാകാശത്തെത്തിക്കുക, അതിനുശേഷം ഇന്ത്യക്ക് സ്വന്തമായ ഒരു ബഹിരാകാശ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യ ആലോചിക്കുന്നുണ്ട്. ഈ പദ്ധതികൾ മുന്നോട്ട് പോകുന്നുണ്ട്. കുറേ കൂടി മുന്നോട്ട് ഏതാണ്ട് 2035 ശേഷം മനുഷ്യനെ നേരിട്ട് ചന്ദ്രനിൽ എത്തിക്കുന്നതിനുള്ള പദ്ധതികളെക്കുറിച്ചും ഇന്ത്യ ആലോചിക്കുന്നു. അപ്പോൾ നിലവിൽ ഇത്തരത്തിൽ
ഇന്ത്യ കാലങ്ങളായി ആർജിച്ച ഈ ബഹിരാകാശ രംഗത്ത് ആർജിച്ച നേട്ടങ്ങൾ രാജ്യത്തിന് ഗുണകരമാകുന്ന രീതിയിൽ, രാജ്യത്തെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ വരുന്നുണ്ട്. ഏതായാലും ചന്ദ്രയാൻ 5 അത് ജപ്പാനുമായി സഹകരിച്ച് 2028 സാധ്യമാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.